ഞാൻ ഡോക്ടർ ടിൻഡു, വയനാട് ജില്ലയിലെ അമ്പലവയൽ സെൻറ് മാർട്ടിൻ ഇടവക അംഗമാണ്. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. മറീന ഹോസ്പിറ്റൽ അമ്പലവയലിൽ ജോലി ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിൽ ഫാദർ വർഗീസ് വക്കീലാണ്, അമ്മ ഗൈനക്കോളജിസ്റ്റാണ്, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു, ഡോക്ടർ ഏലിയമ്മ. എൻ്റെ ഹസ്ബൻഡ് കുട്ടികളുടെ ഡോക്ടറാണ്, ഡോക്ടർ പ്രവീൺ. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഐറിൻ സെറ 10ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഡീപോളിൽ പഠിക്കുന്നു. ചെറുപ്പം മുതലേ മാതാവിൻ്റെ ഭക്തിയിലാണ് എന്നെ എൻ്റെ പാരൻസ് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റൽ നമുക്ക് നടത്തിക്കൊണ്ട് പോകാനെല്ലാം നമുക്ക് എപ്പോഴും ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും സംരക്ഷണം എപ്പോഴും വളരെ ആവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വെല്ലുവിളിയുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഓരോ ദിവസവും രാവിലെ മാതാവിനോട് പ്രാർത്ഥിച്ച് ആണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും എൻ്റെ കാര്യങ്ങളെല്ലാം ഡെയിലി ചെയ്യുന്നതും. പിന്നെ ഗർഭിണികളോടും കുഞ്ഞുങ്ങളോടുമാണ് കൂടുതലായിട്ട് ഇടപെടുന്നതുകൊണ്ട് അറിയാമല്ലോ, നല്ല റിസ്ക് ഉള്ള ഫീൽഡാണ്. അപ്പം ഞാൻ ഓരോ പ്രസവത്തിൻ്റെ സമയത്തും മാതാവിനോട് പ്രാർത്ഥിക്കും. മാതാവ് വളരെ കഷ്ടപ്പെട്ടാണ് കുഞ്ഞിനെ പ്രസവിച്ചത്. അതേപോലെ എൻ്റെ പേഷ്യൻസിനും നല്ല ഹെൽപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്ത ഒരു അത്ഭുതം, പല അത്ഭുതങ്ങളുണ്ട്, എന്നാലും പ്രത്യേകമായിട്ട് ഞാൻ ഓർത്ത് വെക്കുന്ന ഒരു അത്ഭുതം ഞാൻ പറയാം. ഒരു 46 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർക്ക് എന്തു വന്നാലും പ്രഗ്നൻസി ആകുന്നുണ്ടായിരുന്നില്ല. അവർ ട്രീറ്റ്മെൻറ്റ് കോഴിക്കോട് പോയിട്ട് എടുത്തു. ആ ട്രീറ്റ്മെൻറ്റ് വഴി അവർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർ വയനാട്ടിലേക്ക് വന്നു. അവർ വന്നു കഴിഞ്ഞ് ഒരു 2 മാസം ആയപ്പോൾ തന്നെ അവർക്ക് പെട്ടെന്നൊരു ബ്ലീഡിങ് വന്നപ്പം അവർ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നന്നായിട്ട് ദൈവത്തോടും മാതാവിനോടും പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ടായിക്കോളും, വിഷമിക്കരുതെന്ന് പറഞ്ഞു. ഇത്രയും പ്രായം 46 വയസ്സായതുകൊണ്ട് അവർക്ക് ആ കുഞ്ഞിനെയും കൂടി കിട്ടിയില്ലെങ്കിൽ പിന്നീട് അവർക്കൊരു പ്രഗ്നൻസി നോക്കാൻ കഴിയേയില്ല. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായിരുന്നു. അപ്പം സ്കാൻ നോക്കുന്ന സമയത്ത് കുഞ്ഞ് ഉള്ളിൽ നന്നായിട്ട് വളരുന്നതിൻ്റെ ലക്ഷണമാണ്. ഉള്ളിലേക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു അവരോട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിനുശേഷം അവർക്ക് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുത്തു, മരുന്നുകളെല്ലാം കൊടുത്തു. പിന്നെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 4 മാസമായപ്പോൾ പിന്നെയും അവർക്ക് ബ്ലീഡിങ് ആയിട്ട് അവർ വരുന്ന സമയത്ത് എനിക്ക് തന്നെ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഞാൻ വേഗം പോയി മെഷീൻ ഓണാക്കി സ്കാൻ നോക്കുമ്പം കുഞ്ഞ് നല്ല ഓടിക്കളിക്കുന്ന രീതിയിലാണ്. ഉള്ളിലേക്ക് ചെറിയ ബ്ലീഡിങ് അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കുട്ടി പെട്ടെന്ന് എക്സ്പെല്ലായി പോകുമോ, അങ്ങനെ ഡെലിവറി ആകുമോ, കാരണം ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പേടിച്ചു. എങ്കിലും മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. പ്രത്യേകമായിട്ട് കൊന്ത എത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എല്ലാ ദിവസവും കൊന്ത എത്തിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പേഷ്യൻറ്റും. വളരെ വിശ്വാസത്തോടു കൂടി ഇരുന്നു. അങ്ങനെ പൂർണ്ണ വളർച്ച എത്തി 9 മാസം പൂർത്തിയായി കഴിഞ്ഞപ്പം ആ പേഷ്യൻറ്റ് ഡെലിവറി ആകില്ല, കാരണം ഇത്രയും പ്രായമായി, 46 വയസ്സായി. പിന്നെ മാത്രമല്ല BP ഉണ്ട്, ഷുഗറും വന്നു അവസാനമായപ്പോഴേക്കും. പിന്നെ ഹൈ റിസ്ക് ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്താണ് കുട്ടീനെ എടുത്തത്. പക്ഷെ നല്ലൊരു മോളെ ദൈവം അവർക്ക് കൊടുത്തു. ഇപ്പം ആ കുട്ടിക്ക് 3 വയസ്സായി. എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും, ഡോക്ടർ പറഞ്ഞല്ലോ അന്ന് മാതാവ് എന്തായാലും ഈ കുഞ്ഞിനെ സംരക്ഷണം നൽകുന്നു, അതിൻ്റെ അടയാളമാണ് ഈ കുഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയതെന്ന് പറയും. വളരെ സന്തോഷത്തോടെയാണ് അവരുടെ കുടുംബം പോകുന്നത്. അവർ ദൈവത്തിൽ വളരെയധികം ആശ്രയിക്കുന്ന ഒരു കുടുംബമാണ്. കുഞ്ഞിനെ അവർക്ക് ഒരു 6 മാസമൊക്കെ ആയപ്പോഴേക്കും അബോർഷൻ ആകുന്നു തോന്നിയപ്പം എനിക്കറിയാം ഒരു കുഞ്ഞിനെ ഇല്ലാത്ത ഒരു അമ്മയുടെ വേദന. എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞിനെ കിട്ടണം എന്നുള്ള ആ അമ്മയുടെ വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയുന്നത് കൊണ്ട് തന്നെ ഞാനും മാതാവിനോട് ശക്തിയായിട്ട് പ്രാർത്ഥിക്കുകയും കൊന്ത എത്തിച്ച് പ്രാർത്ഥിക്കുകയും ആ പേഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പം മാതാവിൻ്റെ വക നല്ല അത്ഭുതം വന്നു. അതാണ് അവർക്ക് പിന്നീട് 6 മാസം മുതൽ 9 മാസം വരെ അവർക്ക് ബ്ലീഡിങ്ങേ ഉണ്ടായിട്ടില്ല. മരുന്നുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാതാവിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ആ പേഷ്യൻറ്റും അതിൻ്റെ കുഞ്ഞുവാവയും. ഞാൻ ആ പ്രാർത്ഥിച്ചതിലൂടെ തന്നെ എനിക്കും നല്ല മാതാവിനോടുള്ള ആ അടുപ്പവും കൂടി ശരിക്കും ആ അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റി.
ഞാൻ ഡോക്ടർ ഏലിയമ്മ വർഗീസ്. ഡോക്ടർ ടീനയും ഡോക്ടർ ടിൻഡുവും എൻ്റെ മക്കളാണ്. ഡോക്ടർ ജിജുവും ഡോക്ടർ പ്രവീണും എൻ്റെ മരുമക്കളാണ്. മാതാവിനോടുള്ള ഭക്തി എനിക്ക് കൂടുതൽ ആഴത്തിൽ വന്നതിന് ഒരു പ്രത്യേക കാരണം ഉണ്ടായി. എൻ്റെ കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് എനിക്കും എൻ്റെ ഭർത്താവിനും വളരെ വേദനാജനകമായ ഒരു പ്രശ്നമായിരുന്നു. അത് വന്ന സമയത്ത് ഞങ്ങള് രണ്ടുപേരും രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യേക നിയോഗം വെച്ച് ആ പ്രശ്നം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോവാനും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനും വേണ്ടിയിട്ട് മാതാവിനോട് നിയോഗം വെച്ച് രാവിലെ 5:30 പതിവായിട്ട് ജപമാല ചൊല്ലി കാഴ്ചവെക്കുവാൻ തീരുമാനിച്ചു. 1 മാസം പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്നാണ്, ഒരു വ്യക്തിയെ സമർപ്പിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. പെട്ടെന്നാണ് 1 മാസം കൊണ്ട് തന്നെ ആ വ്യക്തിയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു. ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു കാര്യവും ഈ ഒരു കാര്യത്തില് ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. മാതാവിനോടുള്ള ഭക്തി കൊണ്ടാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ മറീന ഹോസ്പിറ്റലിൽ നിന്ന് പേരിടുവാൻ തന്നെ കാരണമായത്. നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും മാതാവ് അവിടുത്തെ പുത്രനോട് നമ്മളുടെ വിഷമങ്ങൾ പറഞ്ഞ് അത് സാധിച്ചു തരുവാൻ വളരെയധികം വ്യഗ്രത കാട്ടുന്നുണ്ടെന്നുള്ളത് തീർച്ചയായും മനസ്സിലാവുന്നുണ്ട്. ചേച്ചി ഒരു ചായ തരൂ. നമ്മുടെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് ഓരോ സമയത്തും മാതാവിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും നമുക്ക് എപ്പോഴും അനുഭവിച്ചറിയാൻ പറ്റും. കാരണം ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അതെങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥനാ സഹായവും എല്ലാം വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും അതുവഴി നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്കും ഹോസ്പിറ്റലിലേക്കും ഒക്കെ വരുന്നതായിട്ട് നമുക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും. ഒരു പേഷ്യൻ്റ് അവർ ഒരു 4 വർഷമായിട്ട് കുട്ടികളില്ലാത്തതായിരുന്നു. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവർ പ്രഗ്നൻസി ആയി. അതുതന്നെ അവരുടെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതമായി. കാരണം 2-3-4 സ്ഥലത്ത് അവർ തമിഴ്നാട്ടിലുള്ള പേഷ്യൻ്റ് ആയിരുന്നു. അവിടെ കോയമ്പത്തൂരും എല്ലാം കാണിച്ചിട്ടും അവർക്ക് കുട്ടികളായില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് മരുന്നെല്ലാം എടുത്തു. അങ്ങനെ അവർ പ്രഗ്നൻസി ആയി. അപ്പോൾ അവർ വളരെ അധികം പ്രതീക്ഷയോടെ, അവർക്ക് ഇച്ചിരി പ്രായമുണ്ട് രണ്ടുപേർക്കും. വൈഫിന് 38 വയസ്സായി, ഹസ്ബൻഡിന് 42 വയസ്സുമായി. അപ്പോൾ അവരിങ്ങനെ ഹസ്ബൻഡിനാണെങ്കിൽ നല്ല ഷുഗറും ഉള്ള പേഷ്യൻ്റാണ്. അപ്പോൾ എപ്പോഴും ഒരു റിസ്ക് ഉണ്ട് പ്രഗ്നൻസി വരുന്ന സമയത്ത്. അപ്പം എങ്ങനെയാകുന്നൊന്നും അറിയത്തില്ല. അപ്പം അവർ കറക്റ്റായിട്ട് മരുന്നുകളും എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. അവരോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാനും എല്ലാം പറഞ്ഞു. ഞാനും പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ സ്കാൻ വരുന്ന സമയമായപ്പം ഞാൻ സ്കാൻ ഡോക്ടറിൻ്റെ കൂടെ ജസ്റ്റ് അവിടെ ക്യാബിനിൽ കയറി. കാരണം ഇതൊരു പ്രഷ്യസ് ആയതുകൊണ്ട് ജസ്റ്റ് എനിക്കും അറിയണമായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ കുട്ടിയുടെ വളർച്ച, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പം ഡോക്ടർ സ്കാൻ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് ലക്ഷണങ്ങളെല്ലാം കണ്ടിട്ട് ഒരു വളർച്ചയില്ലാതെ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണത്. ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ബ്ലീഡിങ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ആകാംക്ഷയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന പേഷ്യൻ്റെയാണ് ഞാൻ കണ്ടത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ OP-യിലേക്ക് പോയി. അപ്പം അവർ കുഞ്ഞ് നന്നായിട്ടല്ലേ വളരുന്ന ഡോക്ടറെ എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും 2 ആഴ്ചയും കൊണ്ട് നമുക്കറിയാം എന്താണ് സ്ഥിതി എല്ലാം പറഞ്ഞെല്ലാം മനസ്സിലാക്കി കൊടുത്തു. എങ്ങനെയാണ് നമുക്ക് വളർച്ച വരുന്നതെന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പം അവർ പിന്നെയും ക്യാബിനിൽ വന്നു. അവർക്ക് സ്കാനിങ്ങിന് പോയപ്പം അത്ഭുതം എന്ന് പറയട്ടെ, നല്ല ഓടി നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ രൂപം. എന്ന് വെച്ചാൽ ഒരു 9 വീക്കാണ് ആ സമയത്ത്, 9 വീക്ക് ഗ്രോത്ത് ആയിട്ടുണ്ട് ആ സമയത്ത്. കറക്റ്റ് അതിന് മുമ്പ് ശരിക്ക് ഒരു ജസ്റ്റേഷണൽ സാക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ കുഞ്ഞ് കിടക്കുന്ന ആ അറ അത്ര ഞാനും കണ്ടതാണ്. എനിക്ക് സ്കാൻ ഒത്തിരി ഒന്നും അറിയില്ലെങ്കിലും ഞാൻ ഡോക്ടറിൻ്റെ കൂടെയൊക്കെ പോകുമ്പോഴും എൻ്റെ അമ്മ സ്കാൻ നോക്കും. ആ സമയത്തൊക്കെ കുറച്ചൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്കും അറിയാം അത് എങ്ങനെ പോകുന്നുള്ളത്. പക്ഷെ അത്ഭുതം എന്ന് തന്നെ പറയട്ടെ, ശരിക്ക് ആ കുഞ്ഞ് ശരിക്കും നല്ല ആക്റ്റീവായിട്ട് പോകുന്നതിൻ്റെ പിക്ചർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ശരിക്കും ദൈവത്തിൻ്റെ അത്ഭുതമാണ് ആ കുഞ്ഞിൻ്റെ വളർച്ചയും കാര്യങ്ങളും. കാരണം അവരത്രയും വിശ്വസിച്ചാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നതും എന്നെ കണ്ടതും. അപ്പം എനിക്ക് ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സംരക്ഷണം എനിക്കത് അപ്പം തന്നെ ശരിക്കും ഫീൽ ചെയ്തു. മാതാവിൻ്റെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അപ്പം ആ കുഞ്ഞ് കുഴപ്പമില്ലാതെ അത് വളർന്നു, അതിനൊരു കോംപ്ലിക്കേഷനും ഇല്ല. അത് ഡേറ്റ് എടുത്ത് അത് നോർമലായിട്ട് ഡെലിവറി ആകുകയും ചെയ്തു. ആ കുഞ്ഞിനിപ്പോൾ ഏകദേശം 5 വയസ്സോളം ആയിട്ടുണ്ടാകും. അതെനിക്ക് നല്ല അതിശയം തോന്നി. കാരണം നമ്മളുടെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡ് നമ്മൾ എപ്പോഴും വിചാരിക്കും എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ശാസ്ത്രീയമായിട്ട് ഉള്ളതിനെ കഴിഞ്ഞും ദൈവത്തിൻ്റെ ശരിക്കൊരു നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോഴും മാതാവിൻ്റെ പ്രാർത്ഥന വരുമ്പോഴും നമുക്ക് ശരിക്ക് നമ്മളുടെ പ്രൊഫഷൻ കുറച്ചുകൂടി നന്നായിട്ട് അത് കൊണ്ടുപോകാനും അതിൻ്റെ ഔട്ട്കം നന്നാകാനും ഹീലിംഗ് വരുമ്പോഴും എല്ലാം കുറച്ച് നല്ല ഇത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത്, എൻ്റെ ഒരു പേഷ്യൻറ്റിന് നല്ല പനിയായിട്ട്, ആ പേഷ്യൻ്റ് നോർമലായിട്ട് ഡെലിവറി ആയ പേഷ്യൻ്റാണ്. രണ്ടാമത് അത് ഭയങ്കര പനി കൂടി പെട്ടെന്ന് വെള്ളം പോയ സമയത്ത് ഭയങ്കര പനിയായിരുന്നു. 104 ഡിഗ്രി പനി ഉണ്ടായിരുന്നു. ഡേറ്റ് എടുത്ത പേഷ്യൻ്റായിരുന്നു. വെള്ളം അങ്ങ് പോയതും ഭയങ്കരമായിട്ട് മഷിയാണ് വന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് മോഷൻ പാസ് ചെയ്തിട്ടുണ്ടായി. അപ്പം തന്നെ ബേബീനെ 1 മിനിറ്റ് പോലും നമ്മൾ ഡിലേ വരുത്താതെ വേഗം അനസ്തെറ്റിസ്റ്റിനെ വിളിച്ച് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞ് കുഴപ്പമില്ല. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. അപ്പം തന്നെ നമ്മൾ ഹയർ സെൻറ്ററിൽ ടേഴ്സറി കെയർ ഉള്ള ഹോസ്പിറ്റലിലേക്ക് വിട്ടു കുഞ്ഞിനെ. ആ കുഞ്ഞിനെ അപ്പം നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പേഷ്യൻറ്റും കരച്ചിൽ തന്നെ, ബൈസ്റ്റാൻഡേഴ്സും കരച്ചിൽ തന്നെ. അപ്പം എല്ലാവർക്കും കുട്ടീനെ കിട്ടുമോ അങ്ങനെയൊക്കെ ഒരു സംശയം. കാരണം ആ കുട്ടിക്ക് പനിയുടേതായിട്ടുള്ള എല്ലാ എഫക്റ്റും ആ കുഞ്ഞിനും വന്നു, കുഞ്ഞിന് അണുബാധ വന്നു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വന്നു. അപ്പം ടേഴ്സറി സെൻറ്ററിലെ ഡോക്ടറിനെ വിളിച്ചു ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു പയ്യനെ സെറ്റിൽ ആവുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, റിസ്ക് തരണം ചെയ്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കുട്ടിയുടെ കാര്യം ക്രിട്ടിക്കലാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ഇൻഫെക്ഷൻ അമ്മയുടേതായിട്ടുള്ളത് കുഞ്ഞിലേക്ക് വന്നിട്ടുണ്ട്, പിന്നെ മഷി ഇട്ടതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്, അങ്ങനെ പറഞ്ഞ് ഇതാക്കി. അത് കഴിഞ്ഞപ്പം ഞാൻ അവരുടെ റൂമിൽ റൗണ്ട്സിന് പോയപ്പം ആ പേഷ്യൻ്റ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞു പറഞ്ഞു ഡോക്ടറെ എന്തായിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല, എന്തായാലും ആ കുഞ്ഞിന് യാതൊരു കുഴപ്പവും വരില്ല, ആ കുഞ്ഞിനെ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ദൈവം തിരിച്ചു തരും, ദൈവമാണ് ജീവൻ പ്രദാനം ചെയ്യുന്നത്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ നോക്കുമ്പം അവർ മുട്ടയെ കുത്തി നിന്നിട്ട് കൊന്ത എത്തിക്കുകയായിരുന്നു. അപ്പം അവർ പറയുന്നുണ്ട് മാതാവിനെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ ഈ ലോകം കാണാതെ അത് മരണപ്പെടുമോ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മാതാവിനെ സംരക്ഷണം പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വിശ്വാസത്തോടെ കൊന്ത എത്തി മുട്ടയെ കുത്തി നിന്ന് റൂമിൽ നിന്ന് 3 പേരാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു പേടിക്കണ്ട, നിങ്ങളുടെ കുഞ്ഞ് ജീവനോടെ തിരിച്ചു വരും, ഒരു പ്രോബ്ലം വരില്ല. ബന്ധുക്കളെല്ലാവരും ഇങ്ങനെ വിളിച്ച് അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കാണെങ്കിൽ ഒന്നാമത്തെ സ്വന്തം തന്നെ ടെൻഷനുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഈ ബന്ധുക്കൾ എല്ലാം ചോദിച്ച് അവർക്ക് പറ്റാത്ത അവസ്ഥ, അവർ സ്ഥിരം കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു റൂമിൽ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും കുഞ്ഞ് കുറച്ചും കൂടി ക്രിട്ടിക്കലി ഇല്ലായി. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും അവിടുത്തെ ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു കൊച്ചു വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിലേക്ക് പോവുകയാണ്, എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ റെഫർ ചെയ്തായതുകൊണ്ട് നമ്മളെ ഇൻഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം തന്നെ ഞാൻ 2-3 എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫാദേഴ്സ് ഉണ്ട്, അവരെല്ലാം വിളിച്ചിട്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അപ്പോഴേക്കും അച്ഛന്മാരെല്ലാം ഫോണിൽ കൂടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു.
എനിക്ക് തന്നെ അത്ഭുതം തോന്നി. നമ്മളൊരു ഡോക്ടറാണെങ്കിലും എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല. ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ കൂടിയാണ് പേഷ്യൻറ്റിൻ്റെ ഇതെങ്കിലും ദൈവം അതിൽ കുറേ ഇടപെട്ടിട്ട് ദൈവത്തിന് തന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്ന് മാറ്റി എല്ലാം നമുക്ക് സൗഖ്യം തരാൻ പറ്റുന്നുള്ളത് എനിക്ക് അച്ഛന്മാർ ഫോണിൽ കൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. കാരണം അച്ഛൻ ഇങ്ങനെ ഓരോ വചനം പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഈ കൊച്ചിനെ സംരക്ഷിക്കുന്നത് ദൈവം അടുത്ത് നിൽപ്പുണ്ട്, മാതാവ് അടുത്ത് നിൽപ്പുണ്ട്, ഒരു കുഴപ്പവും വരില്ല, ടിൻ ഡോക്ടർ പേടിക്കണ്ട. ഞാൻ കരഞ്ഞുപോയി, കാരണം കൊച്ചിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഇതുകൊണ്ട് കരഞ്ഞുപോയി. പക്ഷേ അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല എന്ന്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളുടെ ഡോക്ടർ അവിടെ നിന്ന് വിളിച്ചിങ്ങ് പറഞ്ഞു. അത്ഭുതം എന്ന് തന്നെ പറയട്ടെ, കുഞ്ഞിന് യാതൊരു കുഴപ്പമുണ്ട്, പക്ഷെ ആ ക്രിട്ടിക്കലി ഭയങ്കര മോശമായ കുഞ്ഞ് ഒരു 1/2 മണിക്കൂറും കൊണ്ട് അത് അവർക്ക് തന്നെ അതിശയായി. കാരണം അവർ പഠിച്ച ശാസ്ത്രം വെച്ചിട്ട് ആ കുഞ്ഞിനെ നല്ല ബുദ്ധിമുട്ടിലൂടെയാണ് ആ കുഞ്ഞ് പോയത്. പക്ഷെ ആ കുഞ്ഞിനെ പ്രത്യേകമായിട്ട് ദൈവം സംരക്ഷിച്ചു. ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ അത് നന്നായിട്ട് അത് തിരിച്ചു വന്നു. അവരെന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് നല്ല മിടുക്കൻ ഒരു കുഞ്ഞാണ്. ഇപ്പം ഏകദേശം 5 മാസമായിട്ടുണ്ട്. നല്ല സ്മാർട്ടാണ്, മുഖത്തോക്കി ചിരിക്കാൻ തുടങ്ങി, കമലാൻ നോക്കുന്നുണ്ട്. അപ്പം ആ കുട്ടി എന്നോട് പറയാണ്, അതിൻ്റെ അമ്മ എന്നോട് പറയാം, അവിടെയുള്ള ഡോക്ടർമാർ ചോദിച്ചു എന്താ ശരിക്കും ഞങ്ങളുടെ NIC കയറിയിട്ട് ഇത്രയും അത്ഭുതത്തോടെ ഒരു കുഞ്ഞ് പുറത്ത് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത്രയും വലിയ പ്രാർത്ഥനയാണ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. അത്ര ശക്തിയുള്ള പ്രാർത്ഥന അതാണ് ആ കുഞ്ഞിന്. ഇനി ആ കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല, കാരണം അത്രയും ദൈവത്തിൻ്റെ സംരക്ഷണവും മാതാവിൻ്റെ പ്രാർത്ഥനയും ആ കുഞ്ഞിന് ഉണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു അനുഭവത്തിലൂടെ എനിക്ക് ശരിക്കും മനസ്സിലായി, നമ്മൾ വലിയ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് മാത്രമല്ല, നമുക്ക് വചനത്തിലൂടെയും പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു നല്ല കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സൗഖ്യം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉണ്ടാകുള്ളൂ. അല്ലാണ്ട് നമ്മൾ പഠിച്ചു എന്നോ ബുക്ക് കുറേ പഠിച്ചാലും ഡ്രഗ് മാറ്റി കൊടുത്താലും നമുക്ക് ആ ഒരു കഴിവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കഴിവാണ്, അത് ജ്ഞാനം. അത് എന്നാൽ മാത്രമേ നമുക്ക് പേഷ്യൻസിനെ ചികിത്സിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അവർക്ക് വേണ്ട ഏതാ മരുന്നെന്ന് മനസ്സിലാക്കാനും കഴിയുള്ളൂ. ഇത് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയെല്ലാം എത്തിക്കുന്ന ഇത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എന്ത് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പം കൂടുതലായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ചാപ്പലിലാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെയാണ് ഞങ്ങൾ കൊന്ത എത്തിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും എല്ലാം. ഐറിൻ സെറ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. രാവിലെ എല്ലാ ദിവസത്തിൻ്റെ ഭാഗമായിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുന്ന അത്രയും ദിവസം പള്ളിയിൽ കുർബാനയ്ക്ക് പോകാറുണ്ട്. അതിനുശേഷം നേരെ വന്ന് കാപ്പിയെല്ലാം കുടിച്ച് നേരെ ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് പറ്റുന്നത് ജപമാല എടുത്ത് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ നടക്കും. മറ്റുള്ള ആൾക്കാർ നോക്കുന്നുണ്ടോ അതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, അവർ കുട്ടികളുടെ ഡോക്ടറാണ്, ഇല്ലെങ്കിൽ എൻ്റെ അമ്മ, ആരെങ്കിലും ഒരാൾ എന്തായാലും പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു സുരക്ഷ എപ്പോഴും ഉണ്ട്. പല ആൾക്കാരുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്, പല രീതിയിലുള്ള പേഷ്യൻസ് ഒക്കെ ആയിട്ട്. എങ്കിൽ പോലും ഇപ്പം ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 11 വർഷമായി. ഇതുവരെ നമുക്ക് ഒരു അനർത്ഥങ്ങളോ അല്ലെങ്കിൽ ആരോടോ ഒരു വഴക്കുണ്ടാക്കേണ്ടതോ ഒന്നും വന്നിട്ടില്ല. അത് ശരിക്ക് ആ മാതാവിൻ്റെ ഒരു സംരക്ഷണം ഹോസ്പിറ്റലിന് എപ്പോഴും ഉണ്ട്. നമുക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളാണെങ്കിലും നമ്മൾ ആ ഒരു ദൈവിക സാന്നിധ്യവും ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു അനുഗ്രഹവും എല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്നതായിട്ട് ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നമ്മളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന, മരുന്നിനെ കഴിഞ്ഞ് എല്ലാം ഉപരിയായിട്ട് ആ പ്രാർത്ഥനയുടെ ചൈതന്യമാണ് ഓരോ രോഗികൾക്കും സൗഖ്യം നൽകുന്നതും. എത്ര ബുദ്ധിമുട്ടുള്ള കേസുകളാണെങ്കിലും അതെല്ലാം കുറച്ചും കൂടി എളുപ്പമാക്കി തരുന്നതും കോംപ്ലിക്കേഷൻസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ശരിക്കും ഇതിപ്പോൾ ഒരു ഗർഭിണികളുടെ ആശുപത്രി ആയതുകൊണ്ട് തന്നെ
മാതാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാം ഈ മാതാവിന് ഒരു സംരക്ഷണമോ ഒന്നും കിട്ടിയിട്ടില്ല പ്രസവത്തിൻ്റെ സമയത്ത്. അപ്പം ശരിക്കും ഞാൻ മാതാവിനോട് പറയും, ഇവർക്ക് ഒരു സംരക്ഷണം മാതാവ് തന്നെ നൽകണം എന്ന്. അപ്പം നമ്മുടെ ഡെലിവറികൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നതൊക്കെ ആണെങ്കിലും മാതാവിൻ്റെ സംരക്ഷണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പം ബുദ്ധിമുട്ടില്ലാതെ പ്രസവിക്കാനും എല്ലാം പേഷ്യൻസിന് സഹായമാകും. നമ്മൾ ചില സമയത്ത് നമ്മൾ മെഡിക്കൽ ഇതിൽ പഠിക്കുന്നതിനെ കഴിഞ്ഞൊക്കെ ഉപരി ചിലർ ചോദിക്കും, ശരിക്കും ഡോക്ടറെ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷെ നമുക്ക് ശരിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തായാലും പ്രസവിക്കില്ലെന്ന് എൻ്റെ അമ്മ സീനിയർ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റാണ് ഈ ഹോസ്പിറ്റലിലെ. അമ്മ വന്ന് നോക്കിയിട്ടും ആവില്ലായിരിക്കും എന്ന് പറഞ്ഞ പേഷ്യൻറ്റും ഞാൻ നോക്കിയിട്ടും എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും നോർമലായിട്ട് ഡെലിവറി ആകില്ലെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും ആ ഒരു സമയം വരുമ്പം അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രസവിച്ച അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ലേബർ റൂമിലാണെങ്കിൽ മാതാവിൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യവും ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം മാതാവിനോട് പ്രത്യേകമായിട്ട് ശരിക്കും നന്ദി പറയും. കാരണം ഒരു പ്രസവം കഴിഞ്ഞാലും ബ്ലീഡിങ് ഉണ്ടാകാം, അങ്ങനത്തെ എല്ലാ കോംപ്ലിക്കേഷൻസും ഉണ്ടാകാം. അങ്ങനത്തെ ഒന്നും നമുക്ക് ദൈവം സഹായിച്ച് ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു സംരക്ഷണ മാതാവിൻ്റെ എന്നുള്ളത് നമുക്ക് ഓരോ സമയവും അറിയാൻ പറ്റും. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക സംരക്ഷണ. അതേപോലെ തന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിള്ളേരെ സ്കൂളിൽ വിടുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ മക്കളുടെ കഴുത്തയിൽ ഒരു കൊന്തയുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരാണ് ഇപ്പം പല രീതിയിലുള്ള മനുഷ്യരുമായിട്ടാണ് മക്കളെല്ലാം ഇടപെടുന്നത്. അപ്പം മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ അവർ വഴിതെറ്റി പോകാതിരിക്കാനും എല്ലാം ഒരു സഹായമുണ്ട്, മാതാവിൻ്റെ ഒരു സംരക്ഷണമുണ്ട്. എൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് തന്നെ മാതാവിനോട് ഞാൻ കൂടുതൽ ഓരോ ദിവസം കൂടുന്തോറും അടുത്തടുത്ത് വരികയാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട് മാതാവ്. പിന്നെ ചില പേഷ്യൻസിനെ കാണുമ്പോൾ തോന്നും ഈ കേസ് എടുക്കണ്ടെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ശരിക്കും പിന്നീട് നമുക്ക് തോന്നും. ആ പേഷ്യൻ്റ് വേറെ സ്ഥലത്ത് പോയി ഡെലിവറിയൊക്കെ ആയി കഴിയുമ്പം നമ്മളെ തിരിച്ചു കാണാൻ വരുമ്പം അവരുടെ കഥകളെല്ലാം പറയും. അപ്പം നമുക്ക് ശരിക്കും അറിയാം മാതാവ് നമ്മളെ ശരിക്കും എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട്, മാതാവിൻ്റെ സംരക്ഷണം എത്രത്തോളം ഉണ്ട്. ഇതെല്ലാം നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകും ഉണ്ണീശുതൻ്റെ അമ്മയായ മേരി ലോകമാതാ. മാതാവേ മാതാവേ മണ്ണിൻ ദീപം നീയേ, നീയല്ല